ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനും വൈഫും കൂടെ നടന്നിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. അതെവിടെയാണെന്നറിയോ? ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലം. അവിടെ സപ്താഹമാണ്. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങളിന്ന് നടന്നു പോകുന്നത്. ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം ഞങ്ങളങ്ങനെ നടന്നെങ്ങും പോയിട്ടില്ല. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് വണ്ടി എടുക്കണ്ട, വീടിനടുത്ത് തന്നെയല്ലേ അമ്പലം, അപ്പോൾ നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂള്. ഇവിടെ കയറി മോളെയും വിളിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു 200-250 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകാൻ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ സപ്താഹമാണ്. സമയം ഉച്ചയായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുന്നിലും പുറകിലും 2 സ്കൂളുകളുള്ളതുകൊണ്ടേ ധാരാളം കുട്ടികൾ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ അവർക്ക് 12:30 ആകുമ്പോഴേ അവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങും. അതിന് ശേഷമേ നമ്മൾ വലിയ ആളുകൾ ക്യൂ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മോളെയും കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിനകത്ത് കയറിയപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല ക്യൂ ഉണ്ട്. അതിൻ്റെ ഇൻ്റർലോക്കെല്ലാം പഴുത്ത് നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് ക്യൂ നിന്ന് കഴിഞ്ഞാൽ കാല് പൊള്ളും. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് നടന്നിട്ട് ഞാനും കയറി ക്യൂവിൽ നിന്നിട്ട് ഒരു വിധത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ അത്രയ്ക്ക് പൊള്ളുന്നു. ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, ഞാനും ഉണ്ട്, മോളും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന് ചെറുതായിട്ട് ആടുന്നത് കണ്ടോ? അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചൂട് ഇൻ്റർലോക്ക് ചവിട്ടി നിന്നിട്ടാണ്. എങ്കിലും ഞങ്ങൾ ക്യൂ നിന്ന് മുന്നോട്ട് പോയി. അപ്പോൾ കാലിട്ടാട്ടുന്നത് കണ്ടോ? നല്ല ചൂടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂ നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ അമ്മയുടെ അനിയത്തി മാറി ചോറ് വാങ്ങിച്ച് ആരാണ്ടെ കൊണ്ട് മേടിപ്പിച്ച് അതിൻ്റെ ഇടയിലിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞമ്മയെ കണ്ടു, കുഞ്ഞമ്മ എന്നെ കണ്ടില്ല. എങ്കിലും ഞങ്ങൾ ശല്യപ്പെടുത്താൻ പോയില്ല. ഞാൻ ചോറ് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പെങ്ങളും ചോറ് വാങ്ങിക്കാൻ വന്ന്, അവളെയും കണ്ടേ. പിന്നെ അവൾ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളെല്ലാവരും ചോറ് മേടിച്ച്. അപ്പോൾ അമ്പലത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, നല്ല ചൂടായില്ലേ. അപ്പോൾ അമ്പലത്തിനടുത്ത് തന്നെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്, അതിൻ്റെ മുറ്റത്ത് പോയിരുന്ന് ഞങ്ങൾ സമാധാനമായിരുന്നു കഴിച്ച്. അപ്പോൾ നല്ല ചോറും കറിയൊക്കെ ആയിരുന്നു, ഒരു കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ച്. പക്ഷേ സമ്മതിക്കാൻ വയ്യാത്ത ഇവരുടെ പണിയാണ്, നല്ല ഹാർഡ് വർക്കാണ് ഈ ചൂടത്തെ. ഇത്രയും പാത്രങ്ങൾ കഴിയുമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.